ആരോഗ്യത്തിൻ്റെ വില എപ്പോഴും മനസ്സിലാക്കുക. ഒന്നും ദൈവം തന്നിട്ടില്ല, എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്, എനിക്ക് എപ്പോഴും സമാധാനക്കേട്, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. എല്ലാവരും വിചാരിക്കേണ്ടത് വെച്ചാൽ അത്രയും നമുക്ക് ആരോഗ്യം തന്ന് എനിക്കല്ലെങ്കിൽ പിന്നെ എത്രയോ ഞാനിപ്പം പറഞ്ഞില്ല, ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും നമുക്ക് ശരിക്കും വേദനയില്ലാണ്ട് നടന്ന് കിട്ടിയ ഒരു ദിവസമെങ്കിലും നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ. പക്ഷേ ഞാൻ ഹാപ്പി ആട്ടോ, ഞാനൊരിക്കലും എന്താ പറയുക സങ്കടപ്പെട്ടിട്ടില്ല. ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ വേദന ഇല്ലാതെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കിഡ്നി ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിലും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ വില മാത്രം എല്ലാവരും മനസ്സിലാക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. 12 ആളുണ്ടായിട്ട് 7 ലൈക്ക് എത്തിയ, അപ്പോൾ ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കൂടുതൽ സമയം കണ്ടു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങി പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം വന്നത്, ഈ ലൈവിലൂടെ വന്നത്. പക്ഷേ ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങളൊന്ന് മര്യാദയ്ക്ക് വെള്ളം കുടിക്കുക. രാവിലെ എണീച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കണ്ട. പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ ടൈമില്ലാതിൻ്റെ പേരിൽ മൂത്രം പിടിച്ചേക്കേണ്ട ഉണ്ടാവാറ് സാഹചര്യം ഉണ്ടാവാറ്. പിന്നെ എല്ലാവരും അവരവരുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം മറ്റുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു പനി വന്ന് കാണിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം 1000 രൂപയെങ്കിലും വേണം. അത് ആ സാമ്പത്തികം മാത്രമല്ല, ശരീര അവസ്ഥയും കൂടി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് MP വാസുദേവൻ നായർ മരിച്ച ദിവസം എല്ലാവരും അവർക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കണം. എൻ്റെ മുഖം കാണിക്കാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അപ്പോൾ ഷുഗർ പ്രഷറിലുള്ള ആൾക്കാർ എല്ലാവരും പിന്നെ ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗറുണ്ടോ പ്രഷറുണ്ടോ എല്ലാം നോക്കുക. കൂടുതലായാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്തൊരവസ്ഥ വരും. ആരോഗ്യം എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡയാലിസിസിലേക്ക് വന്നത് എൻ്റെ ഒരു കുറ്റം കൊണ്ടല്ല, അതല്ല എൻ്റെ സാഹചര്യം കൊണ്ട് ഇതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് വന്നതല്ല, ഞാൻ ശരീരത്തിനെ ശ്രദ്ധിക്കായിട്ട് വന്നതല്ല. അതെൻ്റെ എന്താ പറയുക, നമുക്കൊരു സാഹചര്യം കൊണ്ട് വന്നത് മാത്രം. അപ്പോൾ മദ്യപിച്ചിട്ട് മറ്റ് ലഹരി വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് യാതൊരു ബോധമില്ലാണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനായിട്ടൊക്കെ എല്ലാവരും രാവിലെ എണീച്ചാൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, മൂത്രം കുടിച്ച് വെക്കാണ്ടിരിക്കുക. ഷുഗർ പ്രഷർ ഉള്ള ആൾക്കാർ ഇന്ന് നോർമലാക്കാൻ നോക്കുക, ഡോക്ടറെ കാണിച്ചിട്ട് ഇന്ന് നോർമലാക്കാൻ നോക്കുക. പിന്നെ ഡോക്ടർ പറയുന്നത് ഷുഗറിലും കൂടുതൽ ഇൻസുലിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുളികകളും വാങ്ങണം, ഡോക്ടർ എഴുതിയാൽ വാങ്ങാണ്ട് ബില്ലും പോക്കറ്റിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടറെ കാണിച്ചു, പക്ഷേ മെഡിസിൻ എടുക്കണോ ഇല്ല, വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് പറയാൻ വെച്ചാൽ കറക്റ്റ് മെഡിസിൻ എടുക്കുക. ഡോക്ടർ എന്താ പറയുന്നത് അതുപോലെ മെഡിസിൻ എടുക്കുക. ഞാൻ BP നോക്കട്ടെ, ഒരു ഇടയ്ക്ക് അരമണിക്കൂർ കൂടുമ്പോൾ BP നോക്കണം. ഞാൻ വരാട്ടാ, ആരും പോകല്ലേ. എന്താണ് പരിപാടി? ലൈവ് ഇൻസ്റ്റയില അല്ല ചാനലുണ്ട്. മോളെ സൂര്യ ഇങ്ങോട്ട് വരില്ലേ, അവിടെ ലൈവ് ഉണ്ട്. എത്ര ആളുണ്ട്? അതുകൊണ്ടെന്താ നേരത്തെ നിങ്ങൾ എന്തേലും പറഞ്ഞ എന്ത് തിരക്ക് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ എന്നോട്? നിങ്ങൾ അത് പാല് പ്രഷർ കുറഞ്ഞിട്ട് പാല് കൊണ്ടിട്ട് വെക്കണേ. നിങ്ങൾ വരെ വർത്താനൊക്കെ ആർക്കും അല്ലേ $140. അപ്പോൾ ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ കൂടുമ്പോൾ പ്രഷർ നോക്കണം. അപ്പോൾ പ്രഷർ ചില സമയത്ത് ലോ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരമണിക്കൂർ നോക്കുമ്പോൾ അവർ നോക്കും കേട്ടോ. എൻ്റെ ഈ കൈ എന്ന് പറഞ്ഞാൽ കൈ ഇത്രയും തടിയില്ല കേട്ടോ. ഇത് കൈക്കൊരു ഫിസ്റ്റുല, ഈ ഡയാലിസിസ് ചെയ്യേണ്ട ഇതായതുകൊണ്ട് ഈ ഫിസ്റ്റുല എന്ന് പറയുന്ന സംഭവം വെക്കുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെ നീർക്കെട്ട് പോലെ തടി വന്നത് കേട്ടോ, അല്ലാണ്ട് ഇത്രയൊന്നും തടിയില്ല കേട്ടോ. ആർക്കും കമൻ്റ് ഇടാൻ പറ്റുന്നില്ല അല്ലേ, എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ കേട്ടോ. ഇവിടെ എന്തെങ്കിലും എൻ്റെ അടുത്ത്